Good morning, students. We are going to discuss about the topic polyacrylamide gel electrophoresis or PAGE. There are two types of PAGE, native PAGE and SDS PAGE. In this class, we will learn about SDS PAGE. So, what is electrophoresis? Electrophoresis is a separation technique which is based on the movement of charged particles in an electric field. So, the electrophoresis is the separation of charged particles in an electric field. The principle of electrophoresis is that a charged ion or molecule, when placed in an electric field, the rate of migration of that charged molecule depends upon its net charge, its size, shape, and applied electric current, which can be represented by the equation V is equal to E into Q by F, where V is the velocity of migration of the molecule, E is the electric field, Q is the net electric charge of the molecule, and F is the frictional coefficient. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോഫോർസിനെ കുറിച്ചാണ്. അപ്പം ഇലക്ട്രോഫോർസിൽ നമ്മൾ ഓൾറെഡി കുറച്ച് ഇലക്ട്രോഫോർസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഈ ക്ലാസ് പഠിക്കാൻ പോകുന്നത് പോളിയാക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോർസിസ് ആണ്. അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, SDS പേജും നാറ്റീവ് പേജും. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് SDS പേജിനെ കുറിച്ചാണ്. അപ്പം എന്താണ് ഇലക്ട്രോഫോർസിസ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ അടിയിൽ ഒരു ചാർജ് മോളിക്യൂൾസ് സെപ്പറേറ്റ് ചെയ്യുക. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ അപ്ലൈ ചെയ്തിട്ട് ഒരു ചാർജ് മോളിക്യൂൾ സെപ്പറേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇലക്ട്രോഫോർസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാർജ് മോളിക്യൂളിൻ്റെ സെപ്പറേഷൻ നടക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അടിയിലാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് ഇലക്ട്രോഫോർസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോഫോർസിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, ആ ചാർജ് അയോൺസിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള മൈഗ്രേഷൻ, അതായത് ആ ഇലക്ട്രിക് ഫീൽഡിലുള്ള ആ ചാർജ്ഡ് മോളിക്യൂൾസിൻ്റെ മൈഗ്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ചാർജ് മോളിക്യൂൾസിൻ്റെ ചാർജ്, പിന്നെ ആ ചാർജ് മോളിക്യൂൾസിൻ്റെ സൈസ്, അതിൻ്റെ ഷേപ്പ്, പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് കറൻറ്റിന് കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ വഴിയാണ് V is equal to E into Q by F, വേർ V എന്ന് പറയുന്നത് എന്താണ്? V എന്ന് വെച്ചാൽ ആ ചാർജ്ഡ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി ഓഫ് മൈഗ്രേഷനാണ് V. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡാണ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ് E. Q എന്ന് പറയുന്നത് നെറ്റ് ചാർജാണ്. F എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഇപ്പോൾ പോളിയാക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ് is a subtype of gel electrophoresis where the normal gel is replaced with polyacrylamide gels. ഇപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. അപ്പോൾ അഗ്രോസ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അഗ്രോസിന് പകരം നമ്മൾ പോളിയാക്രിലമൈഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് പോളിയാക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇപ്പോൾ സാധാരണ അഗ്രോസ് ആണ് നമ്മൾ സപ്പോർട്ട് മീഡിയേറ്റ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോഫോറസിസിന്. അപ്പോൾ അഗ്രോസിന് പകരം നമ്മൾ പോളിയാക്രിലമൈഡാണ് സപ്പോർട്ട് മീഡിയേറ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഇലക്ട്രോഫോറസിസിന് പറയുന്ന പേരാണ് പോളിയാക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. Polyacrylamide is a free radical consisting of acrylamide and N-N-methylene bisacrylamide. So the polyacrylamide consists of acrylamide and bisacrylamide. So today we are going to discuss about the SDS page, which is a type of page or polyacrylamide gel electrophoresis. So before going into SDS page, we have to first discuss about what is a page. So in a page, the normal support media like agarose is replaced by polyacrylamide gels. The polyacrylamide gels consist of are the polymers of acrylamide and bisacrylamide. ഇപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് SDS പേജിനെ കുറിച്ചാണ്. SDS പേജ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പേജ് അല്ലെങ്കിൽ പോളിയാക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. അപ്പോൾ ആദ്യം എന്താണ് പോളിയാക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് നോക്കാം. അപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രോസിന് പകരം നമ്മൾ പോളിയാക്രിലമൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പോളിയാക്രിലമൈഡ് ജെല്ല് സപ്പോർട്ട് മീഡിയേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രോഫോറസിനെ പറയുന്ന പേരാണ് പോളിയാക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. പോളിയാക്രിലമൈഡ് എന്ന് പറയുന്നത് ആക്രിലമൈഡിൻ്റെയും ബിസ്ആക്രിലമൈഡിൻ്റെയും ഒരു പോളിമറാണ്. So the page can be divided into two types, SDS page and native page. അപ്പോൾ നമുക്ക് പോളിയാക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് SDS പേജ്, രണ്ടാമത്തത് നാറ്റീവ് പേജ്.
അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് SDS പേജാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നാറ്റീവ് പേജാണ്. So the SDS page is a standard test used to determine the charged molecules, mainly proteins and nucleic acid. And it is widely used in biochemistry, forensics, genetics and molecular biology. So SDS page, what is the use of SDS page? The SDS page is used to determine the charged molecules like proteins and nucleic acid, and which are the fields where SDS page is used. SDS page is used in biochemistry, forensics, genetics and molecular biology. അപ്പോൾ SDS പേജ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പോളിഅക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോർസ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് പ്രോട്ടീൻസിൻ്റെയും ന്യൂക്ലിക് ആസിഡ് പോലെയുള്ള ചാർജ് മോളിക്യൂൾസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ യൂസ് വരുന്നത് ഏതൊക്കെ ഫീൽഡിലാണ് SDS പേജ് യൂസ് ചെയ്യുന്നത്? ബയോകെമിസ്ട്രി യൂസ് ചെയ്യുന്നുണ്ട്, ഫോറൻസിക്സ്, ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലർ ബയോളജി. സോ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് SDS പേജ്? So the SDS page separates proteins in an electric field, and the proteins migrate through a liquid or semi-solid medium when subjected to an electric field from anode to cathode. The molecules flow at different rate depending upon the molecular size of the protein. So in the SDS page we use a negatively charged detergent known as SDS or sodium dodecyl sulfate. So what is the purpose of SDS? The first purpose of SDS is to denature and linearize the protein. So you know SDS is a detergent. So whenever you add a detergent to a protein, it will denature and linearize the protein. The second function of the SDS is to give the protein an uniform negative charge, so that the separation will be on the basis of the size only. So in order to make the separation on the basis of size only, the SDS is added, which gives a uniform negative charge to the protein. So the SDS serves two functions in SDS page. First of all, it helps in denaturing the protein. Second one, it gives a uniform negative charge to the protein, so that the separation will take place only on the basis of mass of the protein or the size of the protein. ഇപ്പോൾ SDS പേജിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ SDS പേജിൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് ചാർജ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ചാർജ് മോളിക്യൂൾസിൻ്റെ സെപ്പറേഷനാണ് സംഭവിക്കുന്നത് അണ്ടർ എൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഒരു ഇലക്ട്രിക് കറൻറ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ സെപ്പറേഷൻ നടക്കുന്നത് മോളിക്കുലർ സൈസിൻ്റെ ബേസിസിലാണ്, ചാർജിൻ്റെ ബേസിസിലല്ല. അപ്പോൾ ഈ SDS പേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, SDS പേജിൽ പ്രോട്ടീൻസിൻ്റെ സെപ്പറേഷൻ അല്ലെങ്കിൽ ചാർജ് മോളിക്യൂൾസിൻ്റെ സെപ്പറേഷൻ നടക്കുന്നത് അവരുടെ മോളിക്കുലർ സൈസ് അല്ലെങ്കിൽ അവരുടെ സൈസിൻ്റെ ബേസിസിലാണ് സെപ്പറേഷൻ നടക്കുന്നത്, ചാർജിൻ്റെ ബേസിസിലല്ല. അപ്പോൾ ഈ SDS പേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SDS. അപ്പോൾ SDS പേജിൻ്റെ ആദ്യത്തെ ഭാഗം, SDS പേജ് എന്ന നെയിമിൻ്റെ ആദ്യ ഭാഗം എന്താണ്? SDS ആണ്. അപ്പോൾ SDS എന്ന് പറഞ്ഞാൽ ഒരു ഡിറ്റർജൻ്റ് ആണ്, അതൊരു ആനയോണിക് ഡിറ്റർജൻ്റ് ആണ്, അതൊരു നെഗറ്റീവ്ലി ചാർജ് ഡിറ്റർജൻ്റ് ആണ്. അപ്പോൾ SDS എന്ന് പറഞ്ഞാൽ ഒരു ഡിറ്റർജൻ്റ് ആണ്, അതൊരു നെഗറ്റീവ്ലി ചാർജ് അല്ലെങ്കിൽ ആനയോണിക് ഡിറ്റർജൻ്റ് ആണ്. SDSൻ്റെ ഫുൾ ഫോം സോഡിയം ഡോഡസൈൽ സൾഫേറ്റ്. അപ്പോൾ ഈ SDSന് രണ്ട് ഫങ്ഷൻ പെർഫോം ചെയ്യാനുണ്ട് SDS പേജിൽ. അപ്പോൾ രണ്ട് മെയിൻ ഫങ്ഷൻസ് ആണ് SDS പേജിൽ SDS പെർഫോം ചെയ്യുന്നത്. ആദ്യത്തെ ഫങ്ഷൻ ഇത് പ്രോട്ടീൻ്റെ ഡീനേച്ചറിങ്. അപ്പോൾ SDS പേജ് നമ്മൾ പ്രോട്ടീൻസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ, നിങ്ങൾക്കറിയാം SDS ഒരു ഡിറ്റർജൻ്റ് ആണ്. അപ്പോൾ ഒരു ഡിറ്റർജൻറ്റ് നമ്മൾ പ്രോട്ടീനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ആ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും? ഫോൾഡഡ് സ്ട്രക്ചറിലാണ് പ്രോട്ടീൻ ഉണ്ടാകുക. ആ ഫോൾഡഡ് സ്ട്രക്ചർ മാറി ലീനിയർ ആയിട്ടുള്ള ഡീനേച്ചർ ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ് ഡിറ്റർജൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ SDSൻ്റെ ഫംഗ്ഷനാണ് ഫിഗറിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ കാണുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫോൾഡഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ അതിനെ SDS എന്ത് ചെയ്യും? അതിനെ ഡീനേച്ചർ ചെയ്തിട്ട് അതിനെ ലീനിയർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. രണ്ടാമത്തെ ഫംഗ്ഷൻ, SDSൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, SDS പ്രോട്ടീൻസിന് ഒരു യൂണിഫോം നെഗറ്റീവ് ചാർജ് കൊടുക്കും. അപ്പോൾ SDS ഓൾറെഡി ആഡ് ചെയ്തപ്പോൾ SDS എല്ലാ പ്രോട്ടീൻസിനും ഒരേപോലെ നെഗറ്റീവ് ചാർജ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി സെപ്പറേഷൻ എന്തിൻ്റെ ബേസിസിൽ മാത്രമേ നടക്കൂ? സൈസിൻ്റെ ബേസിസിൽ മാത്രമേ നടക്കൂ.
അപ്പോൾ ചാർജിൻ്റെ ബേസിസിൽ സെപ്പറേഷൻ നടക്കില്ല. അപ്പോൾ SDS പേജിൽ ചാർജിൻ്റെ ബേസിസിൽ പ്രോട്ടീൻസിൻ്റെ സെപ്പറേഷൻ നടക്കാത്തതിനുള്ള കാരണം എന്താണ്? കാരണം നമ്മൾ ആഡ് ചെയ്യുന്ന SDS എന്ത് ചെയ്യും? എല്ലാ പ്രോട്ടീൻസിനും ഒരേപോലെ നെഗറ്റീവ് ചാർജ് കൊടുക്കും. അപ്പോൾ ചാർജ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചാർജിൻ്റെ ബേസിസിൽ സെപ്പറേഷൻ നടക്കില്ല. സൈസിൻ്റെ ബേസിൽ, പ്രോട്ടീൻസിൻ്റെ സൈസിൻ്റെ ബേസിൽ മാത്രമേ സെപ്പറേഷൻ നടക്കൂ. അപ്പോൾ SDS പേജിലുള്ള SDSൻ്റെ 2 ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് പ്രോട്ടീനെ ഡീനേച്ചർ ചെയ്ത് ഫോൾഡഡ് ആയിട്ടുള്ള പ്രോട്ടീനെ ലീനിയർ സ്റ്റേറ്റിലേക്ക് മാറ്റും. രണ്ടാമത്തത് പ്രോട്ടീനിന് ഒരു യൂണിഫോം നെഗറ്റീവ് ചാർജ് കൊടുത്തിട്ട് സെപ്പറേഷൻ സൈസിൻ്റെ ബേസിസിൽ മാത്രമാക്കി കൺവേർട്ട് ചെയ്യും. Next, what are the components of SDS page? So in order to perform an SDS page, you require glass plate, comb, clamp for holding 2 plates, then sample buffer, SDS, glycerol, mercapt ethanol, etc. So you can see in the figure there are 2 glass plates. Which is sealed by using a spacer. Also, the gel consists of 2 parts, that is stacking gel and separating gel. The stacking gel is given in green color, whereas separating gel or running gel is given in gray color. So you can see these proteins are running. The big proteins will form bands in the upper part of the gel, whereas the smaller proteins will form bands in the lower part. And in the upper part there is a negative electrode, and lower part there is a positive electrode, and the buffer reservoir is located in the bottom part. So നമ്മൾ SDSൻ്റെ കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ SDS പേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് പ്ലേറ്റ് വേണം. ഈ 2 ഗ്ലാസ് പ്ലേറ്റിനെയും കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സീൽ ചെയ്യുന്നത് സ്പേസേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ 2 ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇടയിലാണ് നമ്മൾ SDS പേജിന് വേണ്ടിയിട്ടുള്ള പോളി അക്രിലമൈഡ് ജെല്ല് നമ്മൾ ഒഴിക്കുക. അപ്പോൾ ഈ ജെല്ല് തന്നെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ പച്ച കളറിലുള്ളത് സ്റ്റാക്കിംഗ് ജെല്ലും ഗ്രേ കളറിലുള്ളത് സെപ്പറേറ്റിംഗ് ജെൽ അല്ലെങ്കിൽ റണ്ണിങ് ജെല്ലാണ്. പിന്നെ 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും, പിന്നെ ഒരു ബഫർ റിസർവോയർ ഉണ്ടാവും. ഇതൊക്കെയാണ് മെയിൻലി വേണ്ടത്. അപ്പോൾ ജെല്ലിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാക്കിംഗ് ജെല്ല് അതിൽ pH കുറവായിരിക്കും, അതായത് അസിഡിക് pH ആയിരിക്കും. പിന്നെ സെപ്പറേറ്റിംഗ് ജെല്ല് വിത്ത് ഹയർ pH. സോ ദി SDS പേജ് ജെൽ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്, that are stacking gel with low pH and separating gel with higher pH. So there are 2 types of gel parts in SDS. They are stacking gel and separating gel. The stacking gel will be having low pH and separating gel will be having higher pH. So the separating gel is also known as running gel. So the stacking gel is made by using a concentration of 4% of acrylamide. And the function of the stacking gel is to concentrate protein sample into a sharp band before it enters into the separating gel. And the separating gel or the running gel consists of acrylamide in the concentration of 15%. And the function of the separating gel is to separate the protein molecules based on the size. So there are 2 types of gels in the SDS page. They are stacking gel and separating gel. The stacking gel will have a low concentration of acrylamide, that is 4% of acrylamide, and the function of the stacking gel is to concentrate the protein into a sharp band before it enters into the separating gel. The separating gel, as the name indicates, the function is to separate the proteins based on size, and it is having a higher concentration of acrylamide, that is 15% of acrylamide. The separating gel is also known as running gel. അപ്പോൾ നമുക്ക് SDS പേജിൻ്റെ ജെല്ലിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, സ്റ്റാക്കിംഗ് ജെല്ലും സെപ്പറേറ്റിംഗ് ജെല്ലും. ഇപ്പോൾ സ്റ്റാക്കിംഗ് ജെല്ലിന് pH കുറവായിരിക്കും, സെപ്പറേറ്റിംഗ് ജെല്ലിന് pH കൂടുതലായിരിക്കും. ഇത് മാത്രമല്ല അവർ തമ്മിലുള്ള ഡിഫറൻസ്. സ്റ്റാക്കിംഗ് ജെല്ലിൽ ആക്രിലമൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, അതായത് 4% ആക്രിലമൈഡാണ് സ്റ്റാക്കിംഗ് ജെല്ലിന്. പക്ഷേ സെപ്പറേറ്റിംഗ് ജെല്ലിന് ആക്രിലമൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, അതായത് 15% ആക്രിലമൈഡാണ് നമ്മൾ സെപ്പറേറ്റിംഗ് ജെല്ല് അല്ലെങ്കിൽ റണ്ണിങ് ജെല്ലിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, സ്റ്റാക്കിംഗ് ജെല്ലും സെപ്പറേറ്റിംഗ് ജെല്ലും തമ്മിൽ. ഒന്നാമത്തത് സ്റ്റാക്കിംഗ് ജെല്ലിൽ pH കുറവായിരിക്കും, സെപ്പറേറ്റിംഗ് ജെല്ലിൽ pH കൂടുതലായിരിക്കും. രണ്ടാമത്തെ ഡിഫറൻസ്, സ്റ്റാക്കിംഗ് ജെല്ലിൽ
നമ്മുടെ ആക്രിലമൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. 4% ആക്രിലമൈഡാണ് യൂസ് ചെയ്യുന്നത്. സെപ്പറേറ്റിംഗ് ജെല്ലിൽ ആക്രിലമൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, അതായത് 15% ആക്രിലമൈഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ രണ്ടിൻ്റെയും ഫങ്ഷൻസ് നോക്കാം. സ്റ്റാക്കിംഗ് ജെല്ലിൻ്റെ ഫങ്ഷൻ എന്താണ്? അതായത് സെപ്പറേറ്റിംഗ് ജെല്ലിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ പ്രോട്ടീനെ ഫൈൻ ബാൻഡായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് പ്രോട്ടീനെ ഫൈൻ ബാൻഡ്സ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യലാണ് സ്റ്റാക്കിംഗ് ജെല്ലിൻ്റെ ഫങ്ഷൻ. അതായത് സെപ്പറേറ്റിംഗ് ജെല്ലിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ മുന്നേ പ്രോട്ടീനെ ഫൈൻ ബാൻഡ്സ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യലാണ് സ്റ്റാക്കിംഗ് ജെല്ലിൻ്റെ ഫങ്ഷൻ. ഇനി സെപ്പറേറ്റിംഗ് ജെല്ലിൻ്റെ ഫങ്ഷൻ എന്താ, അല്ലെങ്കിൽ റണ്ണിങ് ജെല്ലിൻ്റെ ഫങ്ഷൻ എന്താ? പേരിലുള്ള പോലെ തന്നെ സെപ്പറേറ്റിംഗ് ജെല്ലിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കും? അതായത് പ്രോട്ടീൻസിനെ സൈസിൻ്റെ ബേസിൽ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ 3 ഡിഫറൻസ് ആണ് സെപ്പറേറ്റിംഗ് ജെല്ലും സ്റ്റാക്കിംഗ് ജെല്ലും തമ്മിലുള്ളത്. അപ്പോൾ സ്റ്റാക്കിംഗ് ജെല്ലാണ് ആദ്യത്തെ പാർട്ട് SDS-ൻ്റെ, രണ്ടാമത്തെ പാർട്ടാണ് സെപ്പറേറ്റിംഗ് ജെൽ. ഇപ്പോൾ സ്റ്റാക്കിംഗ് ജെല്ലിൽ pH കുറവായിരിക്കും, സെപ്പറേറ്റിംഗ് ജെല്ലിൽ pH കൂടുതലായിരിക്കും. അതാണ് ആദ്യത്തെ ഡിഫറൻസ്. രണ്ടാമത്തത് സ്റ്റാക്കിംഗ് ജെല്ലിൽ ആക്രിലമൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്, അതായത് 4% ആക്രിലമൈഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സെപ്പറേറ്റിംഗ് ജെല്ലിൽ അല്ലെങ്കിൽ റണ്ണിങ് ജെല്ലിൽ ആക്രിലമൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, അത് 15% ആക്രിലമൈഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫംഗ്ഷനിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. സ്റ്റാക്കിംഗ് ജെല്ലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീനെ ഷാർപ്പ് ബാൻഡായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് സെപ്പറേറ്റിംഗ് ജെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ പ്രോട്ടീനെ ഫൈൻ ബാൻഡായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ആൻഡ് സെപ്പറേറ്റിംഗ് ജെല്ലിൻ്റെ ഫംഗ്ഷൻ എന്താ? പ്രോട്ടീനെ സൈസിൻ്റെ ബേസിൽ സെപ്പറേറ്റ് ചെയ്യുക. ഇതാണ് SDS പേജ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? The applications of SDS page includes determination of purity of protein samples, determination of molecular weight of protein, identification of disulfide bond between protein. It is used in quantifying protein. It is used in blotting technique, etc. So what the applications of SDS page is mainly it is used for protein samples. That is for analyzing the purity of protein, for determining the molecular weight of protein, for determining the disulfide bond between protein, for quantifying protein and for blotting application. അപ്പോൾ SDS-ൻ്റെ ആപ്ലിക്കേഷൻസ് മെയിൻലി വരുന്നത് പ്രോട്ടീൻസിൻ്റെ സപ്പറേഷൻ, പിന്നെ പ്രോട്ടീൻ്റെ പ്യൂരിറ്റി ഡിറ്റർമിനേഷൻ, പ്രോട്ടീൻ്റെ മോളിക്കുലർ വെയ്റ്റ് ഡിറ്റർമിനേഷൻ, പ്രോട്ടീനിലുള്ള ഡൈസൾഫൈഡ് ബോണ്ടിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, പിന്നെ പ്രോട്ടീൻ്റെ ക്വാണ്ടിഫിക്കേഷൻ, അതിൻ്റെ ബ്ലോട്ടിങ്, ഇതൊക്കെയാണ് മെയിൻലി പ്രോട്ടീൻ വർക്കുകളാണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് SDS page? The advantages of the SDS page includes the migration is proportional to molecular weight. Second one, it is highly sensitive. Third one, it require only small amount of sample and it is stable. So the advantages of SDS page includes the migration is proportional to molecular weight, it is highly sensitive technique, it require only small amount of sample and it is chemically stable. The disadvantages of SDS page include poor band resolution due to high alkaline operating pH. You know the separating gel is having a higher alkaline pH, so that the band resolution will be pure. Next one, acrylamide gel is a neurotoxin which is harmful to our body. Next one, the gel preparation, that is acrylamide gel preparation is difficult and require longer time and it is of high cost. Thank you. So in this class we had discussed about the SDS page, which is a type of polyacrylamide gel electrophoresis. In the next class we will discuss about an anti page.